നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ ബിജെപി സ്ഥാനാർത്ഥിയായി പി.സി. ജോർജ് എത്തുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകൾ. ഇതിനിടെ CPI സ്ഥാനാർത്ഥിയായി മുതിർന്ന CPI നേതാവ് TM തോമസ് ഐസക് എത്തുമെന്നാണ് സൂചനകളും. ഇതിനിടെയാണ് ഐസക്കിനെ രൂക്ഷമായി വിമർശിച്ച് ജോർജ് രംഗത്ത് വന്നത്. മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും പത്തനംതിട്ടയിൽ താൻ ജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും പി.സി. ജോർജ് തന്റെ വാക്കുകളിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിക്കുന്നുണ്ടെന്നും BJP കേന്ദ്ര നേതൃത്വം അറിയിച്ചതായിട്ടാണ് പി.സി. ജോർജ് വ്യക്തമാക്കുന്നത്. അയ്യപ്പന്റെ മണ്ണാണ് പത്തനംതിട്ട, അവിടെ മത്സരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പുല്ലാട് GNG ഫിനാൻസിയേഴ്സ് നിക്ഷേപ തട്ടിപ്പിനിരയായവരുടെ സംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. പത്തനംതിട്ടയിൽ മത്സരിച്ചാൽ താൻ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടക്കാർ തന്നെ വിജയിപ്പിച്ചാൽ ശബരിമല അയ്യപ്പന് വേണ്ടിയാകും പാർലമെന്റിൽ ആദ്യം പ്രസംഗിക്കുകയെന്ന് BJP നേതാവ് പി.സി. ജോർജ്. ശബരിമല തീർത്ഥാടകരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയാവും സംസാരിക്കുക എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശബരിമല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നും വിശ്വാസികൾക്ക് വരാനും പോകാനുള്ള സൗകര്യം ഒരുക്കണം. ശബരിമല വട്ട് തട്ടാനുള്ള സ്ഥലമല്ല, തുണി ഉടുക്കാത്ത പെണ്ണുങ്ങളെ കയറ്റാനുള്ള സ്ഥലവുമല്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സമരം ചെയ്ത ആളാണ് താൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവരുടെ 100% പിന്തുണ NDAക്ക് ലഭിക്കും. ക്രൈസ്തവ സഭകളിലെ എല്ലാ വിഭാഗവുമുള്ള ജില്ലയാണ് പത്തനംതിട്ട. കൂടാതെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാർ പെന്തക്കോസ്ത് വിഭാഗമാണ്. ഈ വിഭാഗത്തിന്റെയും കാസയുടെയും പിന്തുണ തനിക്കുണ്ടെന്നും പി.സി. ജോർജ് വ്യക്തമാക്കി. ലോക്സഭാ സ്ഥാനാർത്ഥിയായി തന്നെ BJP പരിഗണിക്കുന്നതിൽ സന്തോഷമുണ്ട്. പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന പത്തനംതിട്ട സീറ്റിൽ മാത്രമേ മത്സരിക്കൂ. പത്തനംതിട്ട അല്ലാതെ മറ്റൊരു ലോക്സഭാ മണ്ഡലം BJP നൽകിയാൽ ഉപദ്രവിക്കരുതെന്ന് പറയുമെന്നും പി.സി. ജോർജ് വ്യക്തമാക്കി. കൂടാതെ തട്ടിപ്പിന്റെ കാര്യത്തിലും ജനങ്ങളെ ദ്രോഹിക്കുന്നതിലും ഇവിടെ ഇരുമുന്നണികളും ഇപ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ നിൽക്കുകയാണ്. പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന മുൻ ധനമന്ത്രി TM തോമസ് ഐസക്കിനെയും പി.സി. ജോർജ് വിമർശിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കടക്കണിയിലാക്കിയത് ഐസക്കാണ്. 4.5 ലക്ഷം കോടി രൂപയുടെ കടമുണ്ടാക്കി. തോമസ് ഐസക്ക് കൊണ്ടുവന്ന കിഫ്ബിയുടെ പേര് നടക്കുന്നത് വൻ കൊള്ളയാണ്. ഒന്നും ഒളിക്കാനില്ലെങ്കിൽ EDയുടെ മുൻപിൽ അദ്ദേഹം ഒളിച്ചു കളിക്കുന്നത് എന്തിനാണ്? ആലപ്പുഴക്കാരൻ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ വരുന്നത് എന്തിനാണെന്ന് പി.സി. ജോർജ് ചോദിച്ചു. പത്തനംതിട്ട മണ്ഡലത്തിൽ LDF 3-ാം സ്ഥാനത്തേക്ക് പോകും. ഐസക് പത്തനംതിട്ടയിൽ മത്സരിച്ചാൽ നാട്ടുകാർ പെരുമാറും. പത്തനംതിട്ടയുടെ സിറ്റിംഗ് MP ആയ ആന്റോ ആന്റണി സഹകരണ തട്ടിപ്പിന്റെ ആശാനാണ്. വെള്ളാപ്പള്ളി നടേശനെയും പി.സി. ജോർജ് പരിഹസിച്ചു. വെള്ളാപ്പള്ളിക്ക് തന്നോട് സ്നേഹമാണ്, തന്നെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം തോൽക്കുമെന്ന് പറഞ്ഞവർ ജയിക്കുകയും ജയിക്കുമെന്ന് പറഞ്ഞവർ തോൽക്കുകയുമാണ് ചെയ്യുന്നതെന്നും പി.സി. ജോർജ് അഭിപ്രായപ്പെട്ടു. ഇത്തവണ BJP ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന കുറെ മണ്ഡലങ്ങളുണ്ട്. അതിൽ പത്തനംതിട്ടയും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത്. ഏതായാലും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല.